പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുവും ശിഷ്യഗണവും പടകിലേറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കടലിലൊരു തിരയിളക്കം ഉണ്ടാകുന്നു. കൊടുങ്കാറ്റിനെ തുടർന്ന് പടക് മുങ്ങുമാറായപ്പോൾ ഭയചകിതരായ ശിഷ്യന്മാർ അമരത്ത് വിശ്രമിക്കുകയായിരുന്ന യേശു കർത്താവിനെ വിളിച്ച്, ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയും അതിനെ തുടർന്ന് അവ ശാന്തമാവുകയും ചെയ്തു. നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ, തിരമാലകൾ പോലെ നിന്റെ പടകിനെ, ജീവിത നൗകയെ മുക്കിക്കളയാൻ വരുന്ന പ്രതിസന്ധികളെ യേശു കർത്താവിനെ ശാസിക്കുവാൻ കഴിയും. അതിനെ ശാന്തമാക്കുവാൻ അവന് സാധിക്കും. ശാസിക്കേണ്ടതിനെ ശാസിക്കുവാനും ഒതുക്കേണ്ടതിനെ ഒതുക്കാനും നിശ്ചലമാക്കേണ്ടതിനെ നിശ്ചലമാക്കുവാനും അമർച്ച ചെയ്യേണ്ടവയെ അമർച്ച ചെയ്യുവാനും യേശു കർത്താവിന് കഴിയും. യേശു കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ നൗകയുടെ അമരത്ത് നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് നിലയുറപ്പിച്ചിരിക്കുകയാണെന്നുള്ള സത്യം ഇത് തിരിച്ചറിയുവാൻ തയ്യാറാകുക. യേശു കർത്താവിനോട് നിന്റെ പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞാൽ, എത്ര തിരയിളകി വരുന്നത് പോലെയുള്ള വലിയ പ്രതിസന്ധികളായിരുന്നാൽ പോലും അതിനെ യേശു കർത്താവ് ശാസിക്കുകയും നിന്റെ ജീവിതത്തെ ശാന്തമാക്കുകയും സമാധാന തുറമുഖത്തേക്ക് നിന്നെ എത്തിക്കുകയും ചെയ്യും. കർത്താവ് ധാരാളമായി